നമുക്ക് പരീക്ഷണങ്ങൾ വരുന്നത് നമുക്ക് സന്തോഷത്തിനാണ്. ഒരു ആയത്തെടുത്ത് നമ്മൾ കേട്ടിട്ടില്ലേ? സൂറത്തുൽ ഇൻഷ്റാഹിലെ ഒരു ആയത്ത്, അലം നഷ്റഹ് ലക സദ്റക വവളഅന അൻക വിസ്റക. എന്താണ് പറയുന്നത്? ഫഇന്ന മഅൽ ഉസ്രി യുസ്റ. മഅൽ ഉസ്രി, ഒരു ബുദ്ധിമുട്ടിൻ്റെ കൂട്ടത്തിലുണ്ട്, തീർച്ചയായും ഉണ്ട്, യുസ്റൻ, ഒരു യുസ്റുണ്ട്. ഒരാൾക്ക് അടുപ്പിച്ച് പരീക്ഷണങ്ങൾ വരുന്നെങ്കിൽ അതിനർത്ഥം എന്താണ്? അവൻ അടുപ്പിച്ച് നല്ല ഒരു സന്തോഷത്തിൻ്റെ ഒരു അവസ്ഥ വരാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ലോകത്ത് പടച്ചവൻ സന്തോഷം കൊണ്ടും പരീക്ഷിക്കും, വിഷമം കൊണ്ടും പരീക്ഷിക്കും. അപ്പോൾ വിഷമം കൊണ്ട് പരീക്ഷിച്ചാൽ അതിനർത്ഥം അതും അവന് സ്വർഗത്തിൽ പോകുവാനുള്ളൊരു വഴിയാണ്, അവിടെ ക്ഷമിക്കുക എന്നുള്ളതാണ്, ഇല്ലേ? അതുപോലെ സന്തോഷം കൊണ്ട് പടച്ചവൻ പരീക്ഷിക്കും. അപ്പോൾ അതിലാണ് നമ്മൾ തകർന്നു പോകുന്നത്. നമ്മൾ സന്തോഷത്താൽ മതിമറന്ന് നമുക്കെല്ലാം കിട്ടി എന്ന് പ്രതീക്ഷിക്കും. പക്ഷെ അതൊരിക്കലും ആ പരീക്ഷണത്തിൽ നമ്മൾ തകർന്നു പോകും. അത് ഏറ്റവും വലിയ പരീക്ഷണം. വിഷമം കൊണ്ടുള്ള പരീക്ഷണം അത്ര വലിയ പ്രശ്നമല്ല. കാരണം വിഷമം കൊണ്ടുള്ള പരീക്ഷണങ്ങൾ പിന്നെയും മനുഷ്യൻ അള്ളാഹുവിലേക്ക് അടുക്കുവാനും സ്വർഗം സ്വായത്തമാക്കുവാനും മനുഷ്യൻ പ്രയത്നിക്കും. പക്ഷേ സന്തോഷം കൊണ്ട് പരീക്ഷിക്കുമ്പോൾ മനുഷ്യൻ ആ സന്തോഷം കൊണ്ടുള്ള പരീക്ഷണത്തിൽ പെട്ടുപോവുകയാണ്. കാരണം അവനെ പടച്ചവൻ ഇഷ്ടപ്പെട്ടു, അവൻ മതിമറക്കും സമ്പത്ത് കൊടുക്കുമ്പോൾ. പക്ഷെ ബുദ്ധിമുട്ട് കൊണ്ട് പരീക്ഷിക്കുമ്പോൾ, അതുകൊണ്ടാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, നബി തങ്ങൾ പറഞ്ഞത്, ഏറ്റവും പരീക്ഷിക്കപ്പെട്ടത് നബിമാരാണ്. അതിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത് റസൂലുള്ളാഹി തങ്ങളെയാണ്. അപ്പോൾ നാം മനസ്സിലാക്കുക, പരീക്ഷണങ്ങൾ പടച്ചവന് ഇഷ്ടമുള്ളതിൻ്റെ പേരിലാണ്